Good morning, viewers. 20th February ഇന്ന് നിഫ്റ്റി അതിൻ്റെ ക്രൂസിയൽ സപ്പോർട്ട് ദാറ്റ് മീൻസ് 22,800 ബ്രേക്ക് ചെയ്യുന്നില്ല. ഞാനിന്ന് കാണുന്നൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ റിലയൻസ് സപ്പോർട്ട് ചെയ്യുന്നു. റിലയൻസും കൂടി താഴത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ 22,800 ബ്രേക്ക് ചെയ്യും ഈസി ആയിട്ട്. പക്ഷേ ഇന്നിപ്പോൾ റിലയൻസ് ഇറ്റ്സ് ഡൂയിങ് വെൽ. സോ റിലയൻസിൻ്റെ സപ്പോർട്ട്, പക്ഷേ അറ്റ് ദ സെയിം ടൈം HDFC ബാങ്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് HDFC ബാങ്കിന് സെല്ലാണ് വന്നത്. അത് വലിയൊരു ഇതായിരുന്നു. പക്ഷേ മാർക്കറ്റ് എവരിഡേ ഒരു വലിയൊരു സ്വിങ് കാണിക്കുന്നില്ല. മാർക്കറ്റ് ഇറ്റ്സ് ഓൺലി ട്രേഡേഴ്സ് മാർക്കറ്റ്. പിന്നെ ITC എന്നുള്ളൊരു കമ്പനീനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, ITC, ഗോഡ്ഫ്രീ ഫിലിപ്സ്, ഇതൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഇവരെ സിഗരറ്റിൻ്റെ ടൊബാക്കോ ഇതൊക്കെ ടാക്സ് കൂട്ടാൻ പോകുന്നു കേട്ടു ഗവൺമെൻറ്. സോ അതാണ് ITC വളരെ കറക്റ്റ് ചെയ്തത്. സോ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ITC ഒക്കെ ക്യാഷിന് വാങ്ങിക്കുന്ന കൂട്ടിരിക്കുന്നതല്ലേ, പക്ഷേ ഇന്നത് സെല്ലാണ് ITC. കാരണം ഇവർ ടാക്സ് എത്ര % അതിന് മുകളിൽ ചെയ്യാൻ പോകുന്നുള്ള കാര്യം വി ഡോണ്ട് നോ. സോ അതൊരു വേറെ കാര്യം. പിന്നെ ഇന്നത്തെ നെഗറ്റീവ് കമൻറ്റ്സ് എന്ന് വെച്ചാൽ ഈ ട്രംപ് മോഡി മീറ്റ്, എൻ്റെ അഭിപ്രായത്തിൽ പറയാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഒരു പ്രയോജനം ഉണ്ടാകാത്തൊരു വിസിറ്റായിരുന്നു. കാരണം ഇന്ത്യനെ സംബന്ധിച്ചോളം വാട്ട് വി ഗെയിൻ സീറോ. ട്രംപ് പറയുന്നത് വെച്ചാൽ ഈക്വൽ ടാരിഫ്, നിങ്ങൾ ചെയ്യുന്ന അതേ ടാരിഫ് തന്നെ നമ്മൾ റെസിപ്രോക്കൽ ചെയ്യുന്നു. അതുമാത്രമല്ല, എലൻ മസ്കിൻ്റെ വലിയൊരു കമൻറ്റ് വന്നു. എലൻ മസ്ക് പറഞ്ഞു ഇറ്റ് ഈസ് ഫൂളിഷ്നെസ് ടു സ്റ്റാർട്ട് എനി ഫാക്ടറി ഇൻ ഇന്ത്യ. അത് എലൻ മസ്കിൻ്റെ വ്യൂവിൽ ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം വെച്ചാൽ മസ്ക് പറയുന്ന ഇന്ത്യയിലേക്ക് കാറിനൊക്കെ ഹൈലി ടാക്സ് ചെയ്യുന്ന ഗവൺമെൻറ്. അത് ഞാൻ പണ്ടേ പറഞ്ഞല്ലോ, ഈ കാറിൻ്റെ നമ്മൾ ഈ പ്രവാസികളിൽ നിന്ന് വന്ന കൂട്ടർക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ കാറിൻ്റെ പ്രൈസ്. ഇത്ര ചീപ്പ് കാറിന് ഇത്ര വലിയ പ്രൈസ് ഇവിടെ ഗവൺമെൻറ് ടാക്സ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി വെരി എക്സ്പെൻസീവ് കാർസ് ഇവിടെ. രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് വെച്ചാൽ ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങാൻ പറ്റില്ല എന്നാണ് ട്രംപ് ഇയാൾ പറഞ്ഞത്, നമ്മളെ എലൻ മസ്ക് മോദിയോട്. കാരണം ഇന്ത്യൻ്റെ പോളിസി എന്ന് വെച്ചാൽ യു ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ ദെൻ ഓൺലി യു ക്യാൻ ഹാവ് ദ ബെനിഫിറ്റ്സ് എന്നുള്ള പോളിസിയാണ്. സോ അത് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. എൻ്റെ ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വെച്ചാൽ എല്ലാ സാധനങ്ങൾക്കും ട്രംപ് ഈക്വൽ ടാരിഫ് തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കൊടുക്കുന്നത്. സോ മോദിൻ്റെ വിസിറ്റ് ഈസ് എ ബിഗ് സീറോ. ഇവിടെ കാണിക്കുന്ന മീഡിയ കാണിക്കുന്ന വലിയ ഒരു ഹൈപ്പൊന്നും ഞാൻ അതിൻ്റെ അകത്ത് കാണുന്നില്ല. സോ അത് വേറൊരു കാര്യം പറയാൻ വിചാരിച്ചത്. അനദർ തിങ് ഐ വോണ്ട് ടു ടെൽ യു, നമ്മളെ ഇന്ത്യൻ മാർക്കറ്റ് പറയുന്നത് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് ഈസ് ഓൺലി മാർക്കറ്റ് നെഗറ്റീവ് റിട്ടേൺസ് കൊടുക്കുന്നത്. ഇപ്പം -2.9% നിഫ്റ്റി, -2.7% സെൻസെക്സ്. അതേസമയത്ത് ഹാൻസങ്, ഡോ ജോൺസ്, S&P ഇതൊക്കെ പോസിറ്റീവ് റിട്ടേൺസ് കൊടുക്കുന്നു. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ വ്യൂയിങ് മൈ ചാനൽ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ.